എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പോൾ ഓടനെ കാണിക്കും. ഓടനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മിനിറ്റുകളായിട്ട് ആ ഒരു വലിയ അണ്ടാവിൽ തന്നെ നിൽക്കുകയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്തായി ആ തിളച്ച എണ്ണ വീണ് അങ്ങനെ വലിയ തരത്തിൽ പൊള്ളലുണ്ടായി കഴിഞ്ഞു. ചോര തുളുമ്പി ഓടനാണെങ്കിൽ വേദനയിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അത് കാണുമ്പോൾ ഇവിടെ കൈഡോയ്ക്കും ഒറോച്ചിക്കും എന്തെന്നില്ലാത്ത സന്തോഷം. ഇവിടെ ഓടൻ്റെ അസിസ്റ്റൻസ് ഒരുപാട് വിഷമത്തിലും വേദനയിലും ഓടനെയും അവൻ്റെ അസിസ്റ്റൻസിനെയും നോക്കുകയാണ്. അതേസമയം ഇവിടെ ആ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഓടൻ ഇതെല്ലാം തന്നെ സഹിക്കുന്നത്. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഇത് ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനോ പാടില്ല. ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ വില്ലന്മാരെ തോൽപ്പിക്കാം. കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് നമ്മുടെ കടമയാണ്. സോ നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അത് കേട്ട് ഇപ്പോൾ ഒരു മൊട്ട വില്ലൻ അവളുടെ അടുത്തേക്ക് വരികയാണ്. ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നീ എന്തായി പറയണേ? ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. നമ്മുടെ കിങ് അത് ഒറോച്ചിയാണ്. ഒറോച്ചിക്കെതിരെ ആര് തിരിഞ്ഞാലും അവരെ നമ്മൾ ഇല്ലാതാക്കിയേ പറ്റൂ. സോ ഇനി നീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതേ ശിക്ഷ അത് നിനക്കും കിട്ടുമെന്ന് പറയും. അതിന് അവള് പറയും, സത്യത്തിൽ ഞാനും ഓടൻ്റെ അസിസ്റ്റന്റ് തന്നെയാണ്. എന്നെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എനിക്കും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് നോക്കി നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എന്തു വലിയ തെറ്റും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് മാറില്ല. എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞുവെന്ന് അവളങ്ങനെ അടിച്ചു പറയും. വേണ്ടി ഒരു ഓപ്പൺ ഫൈറ്റിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് അവൾ അങ്ങനെ തീർത്തു പറയാണ്. ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറ്റബോധം. അവരങ്ങനെ ഒറോച്ചിയുടെയും കൈഡോയുടെ മുൻപിലേക്ക് വന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഓടനെ ഒന്നും ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ പറഞ്ഞയക്കണം. ഇതെല്ലാം തന്നെ ഞങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പറയും. ഒറോച്ചിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അടുത്ത നിമിഷം അവന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് അവർക്ക് നേരെ അവൻ ഒരുപാട് അമ്പുകൾ അങ്ങനെ അറഞ്ച് അയക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ ഒരു നിമിഷം അവനെ ബാക്കിയുള്ള ക്ലാനുകൾ അറ്റാക്ക് ചെയ്ത കാര്യം ഓർമ്മ വരികയാണ്. ആ വെറിയിൽ വീണ്ടും വീണ്ടും അവൻ അമ്പുകൾ അയക്കാനായിട്ട് അസിസ്റ്റൻസിനോട് പറയും. മറ്റൊരു ഭാഗത്ത് ആ ഒരു ഐലാൻഡ് മുഴുവൻ ഓടൻ അവരെ രക്ഷിക്കാനാണ് ഇത്തരത്തിൽ ഡാൻസ് ചെയ്തതെന്നുള്ള കാര്യം തീ പോലെ ആളിപ്പടർന്നറിയുകയാണ്. ആ കാര്യം മനസ്സിലാക്കിയ ജനങ്ങളെല്ലാം കുറ്റബോധത്തോടുകൂടെ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അതിനുശേഷം എല്ലാവരും ഒറോച്ചിയോടും കൈഡോടും കെഞ്ചുകയാണ്. ഇവിടെ കൈഡോ ആണെങ്കിൽ ഓരോ നിമിഷവും ഉരുകി ഇല്ലാതാവുകയാണ്. അവന്റെ ഒറ്റ ലക്ഷ്യം എങ്ങനെയെങ്കിലും അവന്റെ അസിസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും ഈ വില്ലന്മാരില്ലാതാക്കി മാറ്റും. ഇവർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അവിടേക്കെത്തിയ ജനങ്ങളെല്ലാവരും ഇപ്പോൾ ഓടനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. ആ ജനങ്ങളെ എല്ലാവരെയും കൊല്ലാനായിട്ട് അവൻ ഒരുപാട് അസിസ്റ്റൻസിനെ അയക്കും. അതേസമയം ഇവിടെ ഓടനെ വേവിക്കുന്ന ആ ഒരു ചട്ടിയുടെ ഒരു വലിയ അണ്ടാവിന്റെ ചൂട് അത് 800 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിരിക്കുകയാണ്. ഓടനാണെങ്കിൽ ഓൾമോസ്റ്റ് മൊത്തത്തിൽ കത്തുകയാണ്. പക്ഷെ അപ്പോഴും ആ ഒരു ഐലാൻഡിന് വേണ്ടി അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും താഴെ പോവാതെ അവൻ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആരോ ഉപയോഗിച്ച് ഇപ്പോൾ ഓരോ റീജിയൻസിലേക്കും അറിയിക്കുകയാണ്. യാസുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഷോക്കാവും. ഇവിടെ ഓടനാണെങ്കിൽ എൻ്റെ അസിസ്റ്റൻസിനോട് പറയും, ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ഒരു ഐലാൻഡിനെ തീർച്ചയായിട്ടും ഒരു ഓപ്പൺ റീജിയൺ ആക്കി മാറ്റും. പക്ഷേ അവൻ പറയുന്ന കാര്യങ്ങൾ അവൻ്റെ അസിസ്റ്റൻസിന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഓടനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, 800 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം പുറത്തേക്ക് വരും. നിങ്ങളെല്ലാവരും അവൻ വെൽക്കം കൊടുത്ത് അതിനെ സ്വീകരിക്കണമെന്ന് പറയും. അവൻ എന്തിനെക്കുറിച്ചാണ് പറയണതെന്ന് അവർക്ക് ക്ലിയർ ആവില്ല. പക്ഷെ ഒരു കാര്യം അവർക്കറിയാം, ഓടൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. എന്നിനും മനസ്സിലാവും ഓടൻ കാര്യമായിട്ട് എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന്. സോ ഓടൻ വീണ്ടും ശബ്ദത്തിൽ പറയും, ഇതൊരു ഓപ്പൺ റീജിയൺ ആക്കി മാറ്റണം. ഇനി അത് നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. അത് കേട്ട് അവർക്ക് കാര്യം പിടികിട്ടും. ഇവിടെ ജനങ്ങളാണെങ്കിൽ കണ്ണുനീരോട് കൂടെ ഓടന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഒറോച്ചിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. അടുത്തുണ്ടായിരുന്ന ലിക്കർ ബോട്ടിലെല്ലാം അവൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ഇതുവരെ മരിക്കാത്തത്? ഇനിയും ആ ഒരു അണ്ടാവിന്റെ ഹീറ്റ് അത് റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് വലിയ വിറകുകളൊക്കെ അവിടേക്ക് വലിച്ചെറിഞ്ഞ് അതിന്റെ ഹീറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി നമ്മുടെ ഓടൻ പകുതി കരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവനാണെങ്കിൽ നിർത്താതെ ഹീറ്റ് കൂട്ടും. ഓടന് താങ്ങാനായിട്ട് കഴിയാതെ അവൻ ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ കാല് മാറ്റി വെക്കുകയാണ്. 10 മിനിറ്റ് മാത്രമാണ് ഓടന് ബാക്കിയുള്ളത്. ആ ഒരു 10 മിനിറ്റ് കൂടെ ഓടന് പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനും അവൻ്റെ ആൾക്കാർക്കും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ആ എണ്ണയുടെ ചൂട് അതിപ്പോൾ 10 മടങ്ങാക്കി ഉയർത്തിയിരിക്കുകയാണ്. അവൻ്റെ ബോഡിയിലുണ്ടായിരുന്ന സ്കിന്ന് അതെല്ലാം തന്നെ മെൽട്ടായി ബ്ലഡ് അതങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. ഉച്ചയ്ക്കാണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അവൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ കൂടി വരും. കാരണം അവൻ പ്രതീക്ഷിച്ചതുപോലെ ഇതുവരെ ഓടന് അവൻ്റെ ജീവനൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ഓടൻ അവൻ ഒരു സെക്കൻഡ് വൈറ്റ് ബിയർഡിനെ കുറിച്ച് ചിന്തിക്കുകയാണ്.
അവൻ ആദ്യമായിട്ട് വൈറ്റ് ബിയർഡിനെ കണ്ടുമുട്ടിയതും ആളെ കൺവിൻസ് ചെയ്ത് ആളോടൊപ്പം അവൻ ടീം ചേർന്നതും പിന്നീട് അവർ സെയിൽ ചെയ്തതും ഒരുപാട് ഗ്രാമങ്ങളും ഐലാൻഡുകളും അവർ കണ്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ റീകളക്ട് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കും. അതവന് ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ്. അവന്റെ സ്വപ്ന സാഫല്യമാണ് അന്ന് സംഭവിച്ചത്. ഓടനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ ക്ലോക്കിലേക്ക് നോക്കും. ഇനി വെറും 5 മിനിറ്റ് കൂടെ മാത്രമേ അവന്റെ മുൻപിൽ ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റ് കൂടെ കഴിയുകയാണെങ്കിൽ അവനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഓടനാണെങ്കിൽ ചുറ്റും നോക്കും. ആ ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടെ ഓടനെ തന്നെ നോക്കുകയാണ്. അവരുമായിട്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് കുറിയ ഗ്രാമം അതിനെ പ്രോപ്പറായി ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അവൻ വീണ്ടും ആ 5 മിനിറ്റോടെ തള്ളി നീക്കും. ഇനി അവശേഷിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. ജനങ്ങളാണെങ്കിൽ ഉച്ചത്തിൽ മുറവിളി കൂട്ടും. ഓടൻ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു, പ്ലീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവനെ എണ്ണച്ചട്ടിയിൽ നിന്ന് താഴെ ഇറക്ക്, അവന്റെ ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. ഓൾമോസ്റ്റ് ഓടനാണെങ്കിൽ അവൻ്റെ ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഒറോച്ചി ആണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും, ആക്ച്വലി ഞാൻ എൻ്റെ ശിക്ഷാവിധി അത് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തിളച്ച എണ്ണയിൽ വെച്ചല്ല, മറിച്ച് ഇത് ചെയ്താണ് നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ പോകുന്നത്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയും. ജനങ്ങൾക്കും നമ്മുടെ ആൾക്കാർക്കും അത് കേട്ട് വലിയൊരു ഞെട്ടല്. ആ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ വിളിച്ചു ചോദിക്കും, ഒറോച്ചി നിങ്ങൾ എന്തായി പറയണേ? നിങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തത്. 1 മണിക്കൂർ ആ എണ്ണയിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വെറുതെ വിടാമെന്ന്. നിനക്ക് അല്പമെങ്കിലും നാണമുണ്ടോ, അല്പമെങ്കിലും മാനമുണ്ടോ? പറഞ്ഞ വാക്കിന് അതിന് നീ വില കൽപ്പിക്കുന്നുവെങ്കിൽ അവരെ വെറുതെ വിട്. അതവൻ പറയേണ്ട താമസം ഒരു ബുള്ളറ്റ് അതവന്റെ നെഞ്ചങ്ങനെ തുളച്ചു കൊണ്ടുപോവാണ്. അതിനുശേഷം ഒറോച്ചിയാണെങ്കിൽ നിർത്താതെ ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് താഴിടാനായിട്ട് തുടങ്ങും. കൺട്രോൾ പോയ ഓടൻ അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസുകളെ എല്ലാം തന്നെ ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവരോട് വിളിച്ചു പറയും, നിങ്ങളിൽ മാത്രമാണ് എൻ്റെ ഏക പ്രതീക്ഷ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജിനെ, നമ്മുടെ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണം. അസിസ്റ്റൻസ് ആണെങ്കിൽ തെറിച്ചു വീഴേണ്ട താമസം ഓരോ ഭാഗത്തേക്ക് അങ്ങനെ ചിന്നിച്ചെതറി ഓടുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അവരെ കൊല്ലാനായിട്ട് നിർദ്ദേശം കൊടുക്കും. കേൾക്കേണ്ട താമസം അവന്റെ സോൾജിയേഴ്സ് അച്ചറം പൊച്ചറം നിർത്താതെ ഷൂട്ട് ചെയ്യാണ്. അവരാണെങ്കിൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ്സുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് ഓടി മറയും. ഇവിടെ ആ കൈഡോ അവനാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ആ ബോട്ടിൽ ഓടന് നേരെ വലിച്ചെറിയും. എന്തുപറ്റി? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഓൾറെഡി നീ ഡെഡ് ബോഡി ആയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. വേണമെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഷൂട്ട് ചെയ്ത് ഇല്ലാതാക്കാം. നിന്റെ അസിസ്റ്റൻസിനെയും നിന്റെ ക്ലാനിലുള്ള ഒരാളെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയും. അതിന് ഓടൻ അവനാണെങ്കിൽ അവയെ പരിഹസിച്ചുകൊണ്ട് പറയും, ഞങ്ങളെക്കുറിച്ച് എന്ത് കരുതി നീ? ഞങ്ങൾ ഒരിക്കലും നിന്നെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പറഞ്ഞ് നിങ്ങളെ തന്നെ ഇല്ലാതാക്കി ഞങ്ങൾ നേടിയെടുത്തിരിക്കും. അത് ഞങ്ങളുടെ വംശബലമാണ്. ഇവിടെ അസിസ്റ്റൻസ് എല്ലാവരും ഒരുപാട് ദുഃഖത്തോടു കൂടെ അങ്ങനെ മുൻപോട്ടേക്ക് ഓടുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും പഴയ മെമ്മറീസ് അതൊന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. എപ്പോഴും ഓടന് കിട്ടുന്ന പണം അതവൻ അവൻ്റെ അസിസ്റ്റൻസിന് ഒരുപോലെ വീതിച്ചു കൊടുക്കും. അതിനുശേഷം ക്യാഷ് ഇല്ലാതാവുമ്പോൾ അവൻ തന്നെ അവരോട് പറയും, വായോ നമുക്ക് മോഷ്ടിക്കാനായിട്ട് പോവാം. അതിനവർ ദേഷ്യപ്പെട്ട് പറയും, നീ ഒരു ഡൈമ്യോ ആണ്, ഒരു കാരണവശാലും ഇങ്ങനൊന്നും പറയാനും ചിന്തിക്കാനും പാടില്ല. കട്ട് ചെയ്ത ഇവിടെ കൈഡോ ആണെങ്കിൽ ഓടനോട് പറയും, ഇപ്പൊ നീ ചെയ്ത കാര്യം കൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും നിന്നെ ഓർത്തിരിക്കും. നീ ഇപ്പോ ഒരു ഹീറോയായി മാറിയിരിക്കുകയാണ്. പക്ഷേ നിന്റെ ആയുസിന് അതിന് തീരെ ബലമില്ല എന്ന് പറയും. ഓടനാണെങ്കിൽ അപ്പോഴും സിമ്പിളായിട്ട് പറയും, എനിക്കതിൽ കുഴപ്പമില്ല. എന്നെ നിങ്ങൾ ഇവിടെ വെച്ച് ഇല്ലാതാക്കിയാലും എൻ്റെ ആത്മാവ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊന്നും മാപ്പ് തരില്ല. നീ ഇനിയും ട്രെയിനിങ് എടുത്ത് നന്നായിട്ട് സ്ട്രോങ് ആവണം. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തകർക്കാൻ ഒരാളെത്തുമെന്ന് പറയും. അത് കേട്ട് കൈഡോയുടെ കൺട്രോൾ പോകും. അവനാണെങ്കിൽ സ്റ്റൈലായിട്ട് പോസ് കൊടുക്കും. അടുത്ത നിമിഷം കൈഡോ ആണെങ്കിൽ അവന്റെ നെറ്റിയിൽ തന്നെ ബുള്ളറ്റ് ഇറക്കുകയാണ്. ആ സ്പോട്ടിൽ ഓടൻ അങ്ങനെ മരിച്ചു വീഴും. ജനങ്ങൾക്കാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയില്ല. അവരുടെ കൺമുൻപിൽ വെച്ചാണ് ഓടന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അവർ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.